ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് റാഹത്ത് എന്ന വീടിൻ്റെ വീട്ടുമുറ്റത്താണ്. ബ്യൂട്ടിഫുൾ ഹൗസ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിൻ്റെ ബ്യൂട്ടിഫുൾ കൺസ്ട്രക്ഷനും ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സും ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് ഒരു കുഞ്ഞി ഹോം ടൂർ നടത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ റാഹത്തിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അറിയാൻ എൻ്റെ കൂടെ വന്നോളൂ. നമുക്ക് റാഹത്തിലേക്ക് കയറാം. റാഹത്തിൻ്റെ ഓണർ എന്ന് പറയുന്നത് അലി അരങ്ങാടത്തിൻ്റെ മകനായ മൻസൂർ അലിയാണ്. ഇതിൻ്റെ ഫുൾ പ്രൊജക്റ്റും വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് നമ്മുടെ നിജാസ് സമീർ അസോസിയേറ്റ്സ് ആണ്. സ്നേഹ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന റാഹത്തിനെ റാഹത്താക്കി മാറ്റിയ രണ്ട് പേര്. നിജാസ് സമീർ അസോസിയേറ്റ്സിൻ്റെ പ്രിൻസിപ്പൽ ആർക്കിടെക്ട്സ് നിജാസ് ആൻഡ് സമീർ. ഈ റാഹത്തിനെ പറ്റി നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അവരിൽ തന്നെ കേട്ടാലോ? എൻ്റെ പേര് നിജാസ് എന്നാണ്. ഇതെൻ്റെ പാർട്ട്ണർ സമീർ. സ്ഥാപനത്തിൻ്റെ പേര് നിജാസ് സമീർ അസോസിയേറ്റ്സ് എന്നാണ്. ഞങ്ങൾ 2003 ഞങ്ങളെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ ക്ലയൻറ്റിൻ്റെ പേര് മിസ്റ്റർ മൻസൂർ അലി അഹമ്മദ് എന്നാണ്. നമ്മളെ സൈറ്റ് നിൽക്കുന്നത് ചെങ്ങോട്ടുകാവ് കൊയിലാണ്ടി ബ്രിഡ്ജിൻ്റെ അടുത്താണ്. അവരുടെ ആ ഒരു കൂട്ടുകുടുംബത്തിൻ്റെ ആ ഒരു ഐക്യം, അതേസമയം എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ വീടിൻ്റെ പുതിയ വീട്ടിലും കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വീടിൻ്റെ പ്ലാനിങ്ങിൽ തന്നെ ഞങ്ങൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്തത് കൂടുതലും അവർക്ക് കൂടുതൽ സമയം അവരെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ഏരിയകൾക്കാണ് കൂടുതൽ പ്ലാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത്. നമ്മളെ വീടിൻ്റെ ടോട്ടൽ ഏരിയ ഏകദേശം 7200 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. ഇതിൽ നിലവിൽ ഒരു തറവാട് വീടുണ്ടായിരുന്നു. ഇത് ടോട്ടൽ ഒരു 46 സെൻറ്റ് സ്ഥലത്താണ് വീട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഒരു ആർക്കിടെക്ചറിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ട്രോപ്പിക്കൽ ആർക്കിടെക്ചർ കൺസെപ്റ്റാണ് ഈ വീടിന് ഫോളോ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫർണിഷിങ്ങിൻ്റെ ഭാഗമാണെങ്കിൽ മിനിമൽ ആയിട്ടുള്ള ഫർണിഷിങ്ങാണ് ഈ വീടിന് ചെയ്തിട്ടുള്ളത്. ഈ വീട് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. അതിൻ്റെ കൺട്രോൾ വരുന്നത് ഈ ഒരു പാനലിലാണ്. നമുക്ക് ഈ ഒരു പാനൽ വെച്ചിട്ട് ഫുള്ളി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ് ഫ്ലോറിലുമായിട്ട് 16x14 സൈസ് വരുന്ന 2 മാസ്റ്റർ ബെഡ്റൂംസ്, അതും സ്യൂട്ട് കൺസെപ്റ്റിലാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവരുടെ ലിവിങ് സ്പേസ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്ത ഈ ഏരിയൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ വോളാണ്. ഇത് നിർമ്മിച്ചേക്കുന്നത് പാൻഡല ഗ്ലാസസ് ഉപയോഗിച്ചിട്ടാണ്.
ഡൈനിങ് ഏരിയയുടെ അടുത്തായിട്ട് വരുന്ന ഒരു കുഞ്ഞ് സ്പേസ് അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് ഒരു കോമൺ വാഷ് ഏരിയ ആയിട്ടാണ്. അതുകൂടാതെ ഇതിൻ്റെ വോള് വന്നിട്ട് ടഫൻ ഗ്ലാസ് 13.5 mm വരുന്ന ടഫൻ ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിനുപരി ഇതിൽ ഏറ്റവും കൂടുതൽ ആകർഷകമായിട്ടുള്ള ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്കുള്ള വ്യൂ ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീനറി ഇതിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പതിനാറ് വരുന്ന ഐലൻഡ് കിച്ചൺ എന്ന കോൺസെപ്റ്റിൽ ഒരു മോഡുലാർ കിച്ചൺ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടുന്ന് നമ്മളൊരു കണക്റ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റോറേജും ഒരു വർക്കിംഗ് കിച്ചണിലേക്കുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസും ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. യൂട്ടിലിറ്റി സ്പേസിൽ നിന്നും നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഈ ഔട്ട് സൈഡ് ഒരു വർക്കിംഗ് കിച്ചണിലേക്കാണ്. ഇതിൽ ഒരു സൈഡ് ഡൈനിങ് ടേബിള്, വർക്കിംഗ് കൗണ്ടേഴ്സ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ഒരു ആലുവ അടുപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരെ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ലിഫ്റ്റ് കാണാനായിട്ട് പറ്റും. ഇത് ഫുള്ളി ഹൈഡ്രോളിക് കൺട്രോളിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. സ്റ്റെയർ കേസിനോട് ചേർന്നിട്ടൊരു സ്റ്റഡി ഏരിയ സ്പേസും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റെയർ കേസ് കംപ്ലീറ്റ്ലി നമ്മൾ ടീക്ക് വുഡ് വെച്ചിട്ടാണ് പാനൽ ചെയ്തത്. അതുപോലെ തന്നെ അതിൻ്റെ ഹാൻഡിൽ കംപ്ലീറ്റ്ലി ടഫൻ ഗ്ലാസ്സിലാണ് ചെയ്തത്. ഈ ഒരു അപ്പർ ഏരിയയിൽ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അത് ഗ്രൗണ്ട് ഫ്ലോറിൽ ചെയ്ത അതേ രൂപത്തിൽ തന്നെ ഒരു ലിവിങ് സ്പേസും അതേപോലെ ഒരു ബെഡ് സ്പേസും അതുപോലെ തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ, ആ ഡ്രസ്സിങ് ഏരിയയിൽ നിന്ന് കണക്ട് ചെയ്ത് അറ്റാച്ച് ചെയ്തിട്ടാണ് ടോയ്ലറ്റും പ്രൊവൈഡ് ചെയ്തത്. ഫസ്റ്റ് ഫ്ലോറിൻ്റെ എൻഡ് പോർഷനായിട്ടുള്ള കുറച്ച് ഫ്രീ സ്പേസ് ഉണ്ട്. ഏകദേശം ഒരു 800 സ്ക്വയർ ഫീറ്റോളം വരും. ഇത് ഇവർ യൂട്ടിലൈസ് ചെയ്തേക്കുന്നത് ഒരു ഫാമിലി ആക്ടിവിറ്റി ഏരിയ ആയിട്ടാണ്. ഫസ്റ്റ് ഫ്ലോറിൽ 10 പേർക്ക് ഇരിക്കാൻ പാകത്തിന് സീറ്റിംഗ് കപ്പാസിറ്റി വെച്ചിട്ട് ഇവരൊരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെൻക്യൂവിൻ്റെ പ്രൊജക്ടറും സ്ക്രീനുമാണ് ഇവിടെ വെച്ചേക്കുന്നത്.
ഇത് കൂടാതെ സൗണ്ടിങ് സിസ്റ്റം, സറൗണ്ടിങ് സൗണ്ട് സിസ്റ്റം വരുന്നത് JBLന്റെ ആണ്. ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഈ വീട് പ്രവർത്തിക്കുന്നത് സോളാർ സിസ്റ്റത്തിലാണ്. അറേബ്യൻ കോൺസെപ്റ്റ് ആയിട്ടുള്ള ഗസിബോ, ഒരു ടെൻറ്റ് കോൺസെപ്റ്റാണ് ഇവരിവിടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ളൊരു അറേബ്യൻ കോൺസെപ്റ്റ് ടെൻറ്റ് ആണ്. ട്രോപ്പിക്കൽ ആർക്കിടെക്ചറിൽ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ ഗാർഡനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഗാർഡൻ്റെ സൈഡിലായിട്ട് ഒരു കുഞ്ഞ് കാസ്കേഡ് വാട്ടർഫോളും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. റാഹത്ത് എന്ന വീടിൻ്റെ ഇന്നത്തെ ഹോം ടൂർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ പുതുമയുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനി എത്തുന്നതാണ്. ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.